നമസ്കാരം, ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനു അജിത്. ഏകീകൃത കുർബാന തർക്കം. അൽത്താര ശുശ്രൂഷകനെ മർദ്ദിച്ചതിൽ വ്യാപക പ്രതിഷേധം. പ്രസന്നപുരം സ്വദേശി കൈത്തോട്ടുങ്കൽ KV ഷാജനാണ് മർദ്ദനമേറ്റത്. നമ്മുടെ പ്രസന്നപുരം ഇടവകയിലെ കപ്പ്യാരെ വിമതരായിട്ടുള്ള ഏതാനും ചില ആളുകളുടെ ഗൂഢതന്ത്രത്തിൻ്റെ ഫലമായി ഒരു വ്യക്തി അതിദാരുണമായി മർദ്ദിച്ചതായി അറിയുവാൻ കഴിഞ്ഞു. ഈ കാര്യത്തിലുള്ള കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ പ്രതിഷേധം ആദ്യമേ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നുമ്പേ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഈ കാര്യം അറിഞ്ഞ ഉടനെ ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. ബഹുമാന്യനായ ശ്രീ ജോസ് പാറേക്കാട്ടിൽ, അതുപോലെ തന്നെ ശ്രീ പോൾ ചെതലൻ, ഷൈബി പാപ്പച്ചൻ, പ്രിയങ്കരായ ശ്രീ ജെയിംസ് എലവൻകുടി, ശ്രീ ലിബിൻ വലിയക്കുടി തുടങ്ങിയ ആളുകൾ ഞങ്ങൾ പെട്ടെന്നൊരു കാര്യങ്ങൾ തീരുമാനിച്ച് ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരൊക്കെ ആയിട്ട് നമ്മുടെ സംഘടനാ ഭാരവാഹികളായിട്ട് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഈ കാര്യം ചർച്ച ഫോണിലൂടെ നടത്തിയിട്ട് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ സന്ദർശിച്ചിട്ടുള്ളത്. ശ്രീ ഷാജിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയ്യും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ്, ആധ്യാത്മികതയുടെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടായിക്കൂടാ. ഇത് ക്രിസ്തുവിൻ്റെ മാർഗമല്ല, ഇത് സീറോ മലബാർ സഭയുടെ മാർഗമല്ല. അതിൽ നിന്നും ഈ ആളുകൾ പിന്തിരിയണമെന്ന് നമ്മൾ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഏകീകൃത കുർബാന തർക്ക വിഷയത്തിൽ പ്രസന്നപുരം ഹോളി ഫാമിലി പള്ളിയിലെ കപ്പ്യാരെ മർദ്ദിച്ചതിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സഭ അനുകൂല സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി. 33 വൈദികര്, ആഭിചാര കുർബാന അർപ്പിച്ചവര്, തമ്പുരാന്റെ തിരുശരീരത്തെ ആക്ഷേപിച്ചവര്, ദുരുപയോഗം ചെയ്തവര്, അവർക്കെതിരെ നടപടി. ഒരാൾക്ക് 1000 ആളുകൾ എന്നുള്ളത് ഉയർത്തുന്നത് കണ്ടുപോവുകയാണ്. സഭയിലെ നിങ്ങൾ എന്ത് വന്നാലും നമ്മളെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. ഒരു കാര്യം, മാർപ്പാപ്പ എടുത്ത തീരുമാനം നിങ്ങൾ ഈ ഏകീകൃത കുർബാന വിഷയമാണല്ലോ ഇപ്പൊ പറയുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി സത്യസന്ധമായിട്ട് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെങ്കിൽ അതിന് ശക്തമായി ഏതറ്റം വരെ പോകേണ്ട വന്നാലും പോകുമെന്ന് എല്ലാവരും സാക്ഷി നിർത്തി പറയാണ്. 10-ാം തീയതി രാവിലെ 6:15 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സങ്കീർത്തിയിൽ വച്ചാണ് കപ്പ്യാർക്ക് മർദ്ദനമേറ്റത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കപ്പ്യാര് ഷാജന് കണ്ണിനും മൂക്കിനും പരിക്കുകളുണ്ട്. സഭയോടൊപ്പം നിന്നതിന്റെ പേരിൽ മർദ്ദനമേറ്റ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കപ്പ്യാരുടെ മുഴുവൻ ചിലവുകളും സഭ വഹിക്കുക. പ്രസന്നപുരം ഹോളി ഫാമിലി പള്ളിയിൽ ഗുണ്ടാ വിളയാട്ടം നടത്തിയ അക്രമിയെ അറസ്റ്റ് ചെയ്യുക. ഇയാൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സഭാ നേതൃത്വം കൈക്കൊള്ളുക. കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുക. കുടുംബത്തിന് സാമ്പത്തിക സഹായം സഭാ നേതൃത്വം കൈമാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസന്നപുരത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ വിവിധ സഭാ അനുകൂല സംഘടനകളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ MP ജോർജ്, സേവിയർ മാടവന, ചെറിയൻ കവലക്കൽ, റൂബിൾ മാത്യു, ആന്റണി പുതുശ്ശേരി, ഷൈബി പാപ്പച്ചൻ, ജോസ് പാറേക്കാട്ടിൽ, ജെയിംസ് ഇലവൻകുടി, പോൾ ചെതലൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഈ കത്തോലിക്ക സഭയുടെ പ്രശ്നങ്ങൾ പള്ളികളിൽ രൂക്ഷമായിട്ട് വരണം. കാരണം പ്രതികരിക്കാത്ത ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഏകീകൃത കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പ്രതികരണങ്ങൾ പ്രത്യക്ഷത്തിൽ വന്നു തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ഇപ്പോൾ പള്ളിയിലെ കപ്പ്യാരെ കൈയേറ്റം ചെയ്യാനായിട്ട് വിവിധ അച്ഛന്മാരുടെ കൂടെ നിൽക്കുന്നവർ തുടങ്ങിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ കയ്യാങ്കളിക്കൊന്നും മുതിരാനായിട്ടില്ല. ഞങ്ങൾ ഗാന്ധിജിയുടെ തത്വത്തിൽ കൂടി അടി കിട്ടിയാൽ ഞങ്ങളത് സഹിച്ചുകൊണ്ട് ഓരോ പള്ളികളിലും ഞങ്ങൾ ഇനി മുതൽ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ അടിച്ചാലും കൊന്നാലും സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ മരണം വരിക്കാൻ വേണ്ടി വരെ ഞങ്ങൾ സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത്. ഇത് വളരെ മോശമായൊരു സംഭവമാണ്. നമ്മുടെ വളരെ ശുശ്രൂഷകനായ നമ്മുടെ ഈ കപ്പ്യാര് ഷാജൻ, അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹം വായിൽ കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാത്ത ഒരാളാണ്.
പക്ഷെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അത്ര മോശമായി അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷകനാണല്ലോ അൽത്താരയിൽ നിൽക്കുന്ന യേശുവിനോട് അടുത്ത് നിൽക്കുന്ന അച്ഛന്മാരുടെ മാതിരി തന്നെ ഒരാളാണ്. കാര്യം പട്ടമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു ശുശ്രൂഷയിൽ എപ്പോഴും ഏത് പരിപാടി ഉണ്ടെങ്കിലും ആ പള്ളിയിൽ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചതിൽ വളരെ സങ്കടമുണ്ട്. ഇതിന് ജനങ്ങൾ പ്രതികരിക്കണം. എല്ലാ ഇടവക്കാരും, നമ്മുടെ ഈ എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ ആൾക്കാരും ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.